ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഈജിപ്ഷ്യൻ മ്യൂസിയമാണ് കാണുന്നത്. ഈജിപ്ഷ്യൻ മ്യൂസിയം കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് തിരിച്ച് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഷാർജ വഴിയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈജിപ്ഷ്യൻ മ്യൂസിയം കാണുന്ന, ഈജിപ്ഷ്യൻ മ്യൂസിയം മാത്രമല്ല, ഈജിപ്റ്റ് എക്സ്പെഡിഷനാണ്. അത് കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ യാത്രാനന്ദ എന്ന് പറയുന്ന ഒരു ടൂർ ഏജൻസിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ യാത്രാനന്ദ ടൂർ ഏജൻസിയുടെ ടൂർ മാനേജർ നമ്മുടെ പ്രശാഖ് അതാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ചിലരെയൊക്കെ പരിചയമുണ്ട്, കുറേ പേരെ പരിചയപ്പെട്ടു. ശ്രീകുമാരി ജയശ്രീ, അതുപോലെ ലീല ഐസക്, അങ്ങനെ നമ്മുടെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വിശദമായി കാര്യങ്ങൾ പിന്നാലെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഗംഭീരമായ മ്യൂസിയമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മ്യൂസിയം. 1.2 lakhs ആർട്ടിഫാക്ട്സ് ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പുരാവസ്തുക്കൾ 1.2 lakhs. അതുപോലെ ചരിത്രം, ഏറ്റവും പഴയ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന മ്യൂസിയം. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്. സുഹൃത്തുക്കളെ, 2 സ്പിങ്സ് ആണ് സൈഡിലിരിക്കുന്നത്. സെന്ററിൽ ഒരു ഒബ്ലിക്സ്, അതിൽ എന്തൊക്കെയോ ചിത്രലിപികളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കാണുന്നത് ഇവരുടെ ദേവന്മാരാണ്. ഏൻഷ്യന്റ് ഈജിപ്തിൽ ഇതേപോലെ അനവധി ദേവന്മാരുണ്ട്. ഹലോ, നമസ്കാരം. ഫറാവോയുടെ നാടായ ഈജിപ്ഷ്യൻ മ്യൂസിയം, അതിന്റെ പ്രിമൈസ് വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നതിലുള്ള തിരക്കിലാണ്. നമ്മുടെ സിജോജി, നമ്മുടെ ഒരു സഹമുറിയനാണ്. അദ്ദേഹം ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് പോലും നമുക്ക് ഷേക്ക് ഹാൻഡ് തന്നു. രാമചന്ദ്രൻ സാറ്. ഇനി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉഷ മാഡം, പിന്നെ എല്ലാവരും ഉണ്ട്. സക്കീർ ഭായ്. സാർ പേരെന്താണ് സാർ? രാജു. ഞാൻ കേട്ടു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പ്രതിമയ്ക്ക് തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. ഇവരെല്ലാം ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി വിവരങ്ങൾ പുറകെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രഗത്ഭനായ ഗൈഡ് നബീൽ ജി, അദ്ദേഹത്തിൻ്റെ ബ്രദർ ഖാലിദ്. അപ്പോൾ അവർ വളരെ പ്രഗത്ഭമതിയാണ്. അവർ നമുക്ക് ചെവിയിൽ വയ്ക്കുന്നതിന് ഇയർഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇയർഫോൺ വെച്ച് സംസാരിക്കാനായിട്ട് എല്ലാ സംവിധാനത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും നമസ്കാരം. പ്രധാനപ്പെട്ട 3 പേരുമുണ്ട്. People order intake, come here. Okay. Excuse me. Okay. നബിൽ ജി, ഖാലിദ് ജി, പ്രസാദ് ജി, പിന്നെ നമ്മുടെ യാത്രാനന്ദ സുഹൃത്തുക്കൾ. ഓക്കെ, ബൈ. യാത്രാനന്ദ സുഹൃത്തുക്കളാണ് നിൽക്കുന്നത്. കൂലങ്കഷമായി എന്തോ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ലീലാജി, അതുപോലെ തന്നെ ശ്രീജിക്ക് നേരെ ഇനിയിപ്പോൾ കുറേ നേരത്തേക്ക് നോക്കത്തില്ല. അതെങ്ങനെയാണ്, വളരെ ഗൗരവമായ പ്രവൃത്തിയിലാണ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഉടൻ കാണുന്നതാണ് ഈ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ കയ്യിലുള്ള ബാഗും ഒക്കെ സ്കാൻ ചെയ്തു.
എന്നതിന് ശേഷം അകത്ത് കയറിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പറയാം. അല്ല പ്രിയ സുഹൃത്തുക്കളെ, റാംസീസ് ദ സെക്കൻഡ് ആണ് ഈ കാണുന്നത്. കണ്ടോ, ഏൻഷ്യൻ്റ് ഈജിപ്തിലെ, പുരാതന ഈജിപ്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു കിങ് റാംസീസ് സെക്കൻഡ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ഓക്കെ, മനോഹരമായ പ്രതിമ. അതുപോലെ സുഹൃത്തുക്കളെ, ഗംഭീരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതിഗംഭീര കാഴ്ച. കണ്ടോ, അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിശദീകരിക്കാൻ, തെറ്റിപ്പോകരുതല്ലോ. അപ്പോൾ ഗംഭീര കാഴ്ച ആദ്യം ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഈ കാണുന്ന കല്ലറകളെ കുറിച്ച് പറയാം. ഈ കല്ലറകൾ എന്ന് പറയുന്നത് പിരമിഡിനുള്ളിൽ ഫറോവയുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെടുന്നതിന് മുമ്പ്, അതിൻ്റെ തുടക്കകാലത്ത് ഇത്തരത്തിലുള്ള കല്ലറകളിൽ സംസ്കരിച്ചിരുന്നു. അതിൻ്റെ മുന്നോടിയായി നിർമ്മിക്കപ്പെട്ട സംഭവങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, പിരമിഡിൻ്റെ ചെറിയ രൂപങ്ങളുണ്ട്, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, അതൊക്കെ അവർ ചെയ്ത് പഠിച്ചു എന്നുള്ളതിൻ്റെ ആണ്. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടോ, കല്ലറകൾ. അവ സുഹൃത്തുക്കളെ, 80 ടണ്ണോളം ഭാരമുള്ള ഒരു ശവക്കല്ലറയാണ്. ഇതൊക്കെ പിരമിഡിൽ സംരക്ഷിക്കുന്നതിന് മുമ്പ് പിന്നെ റോയൽ ലേഡീസ്, ഇത് ഒരു റോയൽ ലേഡിയുടെ ശവക്കല്ലറയാണ്, റോയൽ ലേഡിയുടെ. അപ്പോൾ അത് 80 ടണ്ണാണ്. പിരമിഡിൽ സംരക്ഷിക്കുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി ചെയ്ത, അതിന് മുന്നാലെ ആണ് എന്ന് കാലഗണനയിൽ മനസ്സിലാക്കിയ ശവക്കല്ലറയാണ്. സർക്കോഫാഗസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. സർക്കോഫാഗസ് എന്ന് വെച്ചാൽ ശവക്കല്ലറ. കണ്ടോ, അപ്പോൾ അതാണ് സംഭവം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ഗ്രാനൈറ്റ്, കറുത്ത ഗ്രാനൈറ്റ് പോലെ തോന്നും. പക്ഷേ ആക്ച്വലി ഇതൊരു മെറ്റൽ പീസാണ് എന്ന് പറയുന്നു. മെറ്റൽ പീസ് എന്നുള്ള അർത്ഥത്തിലല്ല, അയൺ കണ്ടന്റ് കൂടുതലാണ് എന്നുള്ള അർത്ഥത്തിൽ ഇത് ഒരു മെറ്റൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം മെറ്റലുകൾ ഭൂമിയിൽ സുലഭമല്ലാത്തതിനാൽ ഇത് ഔട്ടർ സ്പേസിൽ നിന്ന് വന്നതാണ് എന്ന് കരുതപ്പെടുന്നു. ഇത് ഉൽക്കാപതനത്തിലൂടെയോ മറ്റോ കിട്ടിയ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ദ ഗ്രാൻഡ് ഫാദർ ഫറാവോ ഓഫ് തുതൻഖാമൻ്റെ ഫാദറിൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ രാജ്ഞിയാണ് അവിടെ നിലകൊള്ളുന്നത്. ഇത് ഏറ്റവും ലൈവായിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, കിങ് അമനോഫിസ് തേർഡ് അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള ക്വീൻ ടൈ, അപ്പോൾ അതാണ് ആ രണ്ട് ഫറാവോമാരാണ് ഈ കാണുന്നത്. ഏറ്റവും ലൈവായിട്ടുള്ള ഏറ്റവും വലിപ്പമുള്ള പിന്നെ പ്രതിമകൾ, സ്റ്റാച്ചു. കണ്ടോ, വളരെ ഐശ്വര്യത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫറാവോ. തുത്തൻഖാമൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഫറാവോയുടെ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ആയിട്ട് വരും. അഖന്നാഥൻ, നഫർട്ടിറ്റി, golden sarcophagus. Akhenaten, Nefertiti, and Tutankhamun. Costan con l'anni Nias,
las hijas, mira, Son está por gold. encima Action. el dios nuevo. റാംസീസ് സെക്കൻഡ് എന്ന് പറയുന്ന അതിശക്തനായ പ്രാചീന ഈജിപ്തിലെ ഭരണാധികാരിയെ സംരക്ഷിച്ചുകൊണ്ട് ഹോറോൺ ദേവൻ ഇതാ നമ്മുടെ ഗരുഡന് തുല്യം. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ അല്ലെങ്കിൽ ഒരേ റൂട്ടിലൂടെയാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ടതില്ല. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, തുത്തൻഖാമൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായ രാജാവിൻ്റെ സിംഹാസനമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത്. തുത്തൻഖാമൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ സിസ്റ്ററും കൂടിയാണ് ആക്ച്വലി. അങ്കസുനാമുൻ ഹലോ സുഹൃത്തുക്കളെ, ഇത് തുത്തൻഖാമൻ്റെ കല്ലറയിൽ നിന്ന് കിട്ടിയ അനൂബിസ് ദേവനാണ്. അപ്പോൾ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷേ ഇത് അനൂബിസ് ദേവൻ അതായത് ജാക്കലിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ആണ് ആക്ച്വലി അനൂബിസ് ദേവൻ. അപ്പോൾ ഇവിടെ ഒരു ജാക്കലിനെ പോലെയാണ്, ഒരു നായയെ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഉള്ള ഈ പേടകത്തിൽ അദ്ദേഹത്തിൻ്റെ ആന്തര അവയവങ്ങളാണ്, തുത്തൻഖാമൻ്റെ ആന്തര അവയവങ്ങൾ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, തുത്തൻഖാമൻ പവിലിയൻ അത്യുഗ്രനാണ്, പക്ഷേ ഭയങ്കര നൈരാശ്യം, അത് കാണിക്കാൻ നിവൃത്തിയില്ല. ഗംഗാധരൻ സാർ നമസ്കാരം. ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, തുത്തൻഖാമൻ്റെ പ്രതിമയാണ്. അപ്പോൾ ഈ അവസരത്തിൽ തുത്തൻഖാമൻ പവിലിയൻ കണ്ടിറങ്ങിയ ഗംഗാധരൻ സാറിന് എന്ത് പറയാനുണ്ടെന്ന് നോക്കാം. സാർ എങ്ങനെയുണ്ട് സാർ ആ പവിലിയൻ? ഏറ്റവും നല്ലത്, ചരിത്രപരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാഴ്ച തന്നെയാണ്. 110 കിലോ തനി തങ്കം കല്ലറ സർക്കോഫാഗസ്, പിന്നെ മുഖംമൂടി 11 കിലോ, പിന്നെ അതിന് പുറമേ രത്നങ്ങൾ വേറെയുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ നൈരാശ്യമുള്ള കാര്യം നമ്മളെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെളിയിലുള്ള തുത്തൻഖാമൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാ വെളിയിൽ ഇത് നമുക്ക് കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ അതാണ് ആ തുത്തൻഖാമൻ. ചെറുപ്രായത്തിൽ 9-ാം വയസ്സിൽ ചക്രവർത്തിയായ തുത്തൻഖാമൻ ടീനേജിൽ 18-ാം വയസ്സിൽ മരണമടയുകയുണ്ടായി. അത് ഏറ്റവും ഗംഭീരമായി മമ്മിഫൈ ചെയ്ത് വളരെ ഗംഭീരമായി 110 കിലോ തനി തങ്കത്തിലുള്ള ശവക്കല്ലറ സർക്കോഫാഗസിൽ അടക്കം ചെയ്ത് അതോടൊപ്പം മുഖം മൂടി 11 കിലോ തനിത്തങ്കം കൂടാതെ മറ്റ് അനവധി ജിവൽസ് ഉൾപ്പെടെ ആണ് മമ്മിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം ഇവരൊന്നും മരിക്കുന്നില്ല, ഇവർ പകുതി ദൈവങ്ങളാണ്, ഇവരുടെ മരണം അടുത്ത ഒരു ലോകത്തിലേക്കുള്ള തുടർച്ചയാണ് എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പകുതി മനുഷ്യരും പകുതി ദൈവവുമായിട്ടുള്ള ആളുകളാണ് ഫറാവോ ചക്രവർത്തിമാർ എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. തുത്തൻഖാമുൻ, അമുൻ എന്ന് പറയുന്നത് സൂര്യദേവനാണ്. അമുൻ പിന്നെ ദേവൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് അഖന്നാട്ടൻ, അദ്ദേഹം ആറ്റൻ എന്ന് പറയുന്ന പിന്നെ ദേവൻ, അതായത് സൂര്യദേവൻ ആറ്റൻ്റെ ഒരു ഭക്തനായിരുന്നു. അതാണ് അഖന്നാട്ടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നെഫർട്ടിറ്റി, മകൻ തുത്തൻഖാമുൻ, അമുൻ ദേവൻ്റെ വായു ഭഗവാനാണ്. പിന്നെ അമുൻ റാ എന്ന് പറയുന്നത് സൂര്യദേവൻ, അമുൻ റാ എന്ന് പറയുന്ന അതിശക്തനായ, ഇങ്ങനെ അനവധി ദൈവങ്ങൾ ഇവർക്കുണ്ട്. നമുക്കും ഇന്ത്യയിൽ ഹിന്ദു ദൈവങ്ങൾ ഇതുപോലെ ഇന്ദ്രൻ, മഴയുടെ ദൈവൻ, പിന്നെ അഗ്നിയുടെ ദേവൻ, വായുവിൻ്റെ ദേവൻ, അങ്ങനെ സൂര്യഭഗവാൻ, അങ്ങനെ പല ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ റൂട്ട് ഒന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ, എവിടെ നിന്ന് എങ്ങോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ സംശയം. എല്ലാം തമ്മിൽ വളരെ സാദൃശ്യമുണ്ട്. അപ്പോൾ ബഹുദൈവങ്ങൾ വന്നുകൊള്ളട്ടെ, എല്ലാവർക്കും എല്ലാ മനുഷ്യരും ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ ദൈവങ്ങളും ഇവിടെ പുലർന്നു കൊള്ളട്ടെ. ബായ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഒറിജിനൽ മമ്മി സർക്കോഫാഗസിൽ മമ്മി കിടക്കുന്നു, മമ്മിഫൈ ചെയ്ത മമ്മി കിടക്കുന്നു. നേരെ കാണത്തില്ല, വെളിച്ചം ഇത്തിരി കുറവാണ്. അപ്പോൾ ഇതതിൻ്റെ മുഖംമൂടി, ഇത് മൂടി വെച്ച് കഴിയുമ്പോഴേക്ക് സർക്കോഫാഗസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സുഹൃത്തുക്കളെ, ഇനി കാണുന്നത്
ഏതാനും ഒറിജിനൽ മമ്മികളെ ഉണ്ടോ, ഒറിജിനൽ മമ്മി.